ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് വീഡിയോയുടെ ഇച്ചിരി വൈകിപ്പോയി വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ ആണല്ലോ, എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരമായി വീഡിയോ എടുക്കണം വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ മോൻ നാളെ സ്കൂൾ തുറക്കുവാണല്ലോ മോന്. അപ്പോൾ അവന് ക്രിസ്മസ് എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പനി ആയതുകൊണ്ട്. അപ്പോൾ നാളെ എക്സാം നടത്താമെന്ന് അവൻ്റെ ടീച്ചർ പറഞ്ഞു. അപ്പോൾ കുറച്ച് വായിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം വിചാരിക്കുന്ന വീഡിയോ ഇടണമെന്നുള്ളത്. ഇന്നലെ ലേശം ലേറ്റായിപ്പോയി, 8:20 അല്ലേ. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ എനിക്ക് വന്നൊരു കമൻറ്റാണിത്. അപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റുകളൊന്നും വരുന്നില്ല, എന്നാൽ എനിക്ക് വരുന്ന കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വന്നൊരു കമൻറ്റാണിത്. ഈ കീമോ ചെയ്യുന്ന സമയത്ത് ദേഹത്ത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിത് മുന്നേ എൻ്റെ കീമോയുടെ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കീമോ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. ചിലപ്പോൾ അത് കാണാത്ത ആളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കീമോ സമയത്ത് എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഞാനത് റിപ്പീറ്റായിട്ട് അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ട് പറയുകയാണ്. അപ്പം കീമോ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് കീമോ മാത്രമായിരുന്നില്ല, ആ കൂടെ ടാർജറ്റ് തെറാപ്പി ആയ പിന്നെ ട്രാൻസ്റ്റുസുമാബും ഉണ്ടായിരുന്നു. പിന്നെ പെർട്ടുസുമാബ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇഞ്ചക്ഷൻ ഒരുമിച്ചായിരുന്നു എനിക്ക് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ 3 കീമോയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നത്തെ ആദ്യത്തെ 4 കീമോ കുഴപ്പമില്ല, പിന്നത്തെ 4 കീമോയ്ക്കാണ് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 3 ഇഞ്ചക്ഷനും കൂടെ എടുക്കുന്നതുകൊണ്ട് ഇത് ഏതിൻ്റെതാണ് ഈ ചൊറിച്ചിലെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കീമോ എടുത്തു പോയി 1-2 ദിവസം കഴിയുമ്പം ദേഹം മുഴുവൻ, പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്ടുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈവറ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഈ ഇടുങ്ങിയിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, കഴുത്തിൻ്റെ അടി, ബ്രസ്റ്റിൻ്റെ അടി, ചെസ്റ്റിൻ്റെ നടുഭാഗം, 2 കക്ഷം, പിന്നെ പ്രൈവറ്റ് പാർട്ടുകൾ, ഇവിടെയൊക്കെ എനിക്ക് ചൊറിച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക, അതിനൊരു ചൊറിച്ചിൽ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചൊറിച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ വയ്യ, അത്രയും ചൊറിഞ്ഞ് ഞാനങ്ങ് പൊട്ടിക്കും. അങ്ങനെ എനിക്ക് ഈ ഒരു ബ്രസ്റ്റിൻ്റെ ഈ അടിഭാഗവും പിന്നെ ഈ ചെസ്റ്റിൻ്റെ ഈ നടുഭാഗവും കംപ്ലീറ്റ് ചൊറിഞ്ഞ് പൊട്ടി, ഫുള്ള് തോല് പൊട്ടി. എന്നിട്ടിങ്ങനെ നീരൊലിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഞാൻ പിറ്റേന്ന് തന്നെ ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനൊരു സൈഡ് എഫക്റ്റ് വരാൻ ചാൻസ് ഇല്ല കീമോയ്ക്ക്. പിന്നെ ചിലപ്പം നമുക്ക് തരുന്ന ടാർജറ്റ് തെറാപ്പികളായ പെർട്ടുസുമാബിനോ അല്ലെങ്കിൽ ട്രാൻസ്റ്റുസുമാബിനോ ആവാം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് 3 കൂടി ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഏതിനാണെന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ തവണ ഡോക്ടർ എനിക്ക് കുറച്ച് സ്റ്റിറോയിഡും കുറച്ച് മെഡിസിനും ഒക്കെ തന്ന് പറഞ്ഞയച്ചു. അങ്ങനെ വീട്ടിലെത്തി സ്റ്റിറോയിഡൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് കുറഞ്ഞു. അങ്ങനെ ആ പ്രാവശ്യത്തെ അങ്ങനെ കഴിഞ്ഞു. ആ മുറിവൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് അടുത്ത 21 ഡേയ്സ് കഴിഞ്ഞു ഞാൻ കീമോയ്ക്ക് ചെന്നു. വീണ്ടും ഇതേ അവസ്ഥ തന്നെ, ഞാൻ ഇഞ്ചക്ഷൻ വെച്ചു. എനിക്ക് ദേഹം മുഴുവൻ ചൊറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ചൊറിച്ചിലൊന്നുമില്ല. ഒരു 3 ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിയുമ്പോഴാണ് ഈ ചൊറിച്ചിൽ, വല്ലാത്ത ചൊറിച്ചിലാണ്. എനിക്ക് ചൊറിഞ്ഞങ്ങ് പൊട്ടുമായിരുന്നു ചെയ്യുന്നത്. ദേഹം മുഴുവൻ ചൊറിഞ്ഞ് ഞാൻ ഇരുന്നൊക്കെ ഉറക്കത്തിലൊക്കെ കിടന്ന് ചൊറിഞ്ഞിട്ട് അവിടെ ഫുള്ള് നഖം കൊണ്ട് പാടും മൊത്തം പൊട്ടി. അപ്പോൾ ഡോക്ടറിന് പറഞ്ഞു, ഇങ്ങനെ ചൊറിയരുത്, കാരണം പഴുക്കും, ഇൻഫെക്ഷൻ ആയാൽ വലിയ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, ചൊറിഞ്ഞാൽ വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞു, എന്തെങ്കിലും കാട്ടെ, എനിക്ക് ചൊറിച്ചിലെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും പ്രൈവറ്റ് പാർട്ടിലൊക്കെ എനിക്ക് പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര എരിച്ചിലും വേദനയായി, കാരണം ചൊറിഞ്ഞ് പൊട്ടിയിട്ടേ ആ ചൊറിച്ചിൽ നമുക്ക് തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല, അങ്ങനത്തെ ഒരു ചൊറിച്ചിൽ. അങ്ങനെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു കൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കൗണ്ട് ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ കൗണ്ട് ഹൈ ആയിരുന്നു എനിക്ക്. അപ്പോൾ ഡോക്ടർ അതിനൊരു പേര് പറഞ്ഞു, സ്വീറ്റ് സിൻഡ്രം. ഈ കൗണ്ട് ഹൈ ആകുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ട്, മേലും കൈയും വേദന ചൊറിച്ചിലൊക്കെ വരും പോലും. അങ്ങനെ അതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെയും അങ്ങനെ തന്നെ, എനിക്ക് ഒരിക്കലും കൗണ്ട് കുറഞ്ഞിട്ടില്ലായിരുന്നു, എപ്പോഴും കൗണ്ട് കൂടുകയായിരുന്നു ചെയ്യുക. അവസാനം എനിക്ക് കൗണ്ടിൻ്റെ ഇഞ്ചക്ഷൻ നിർത്തുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഈ പെർട്ടുസുമാബ് 4 ഡോസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ 4 ഡോസ് കഴിഞ്ഞപ്പോൾ നിർത്തി.
അത് നിർത്തി കഴിഞ്ഞപ്പം കുറച്ചൊരാശ്വാസം, ചൊറിച്ചിലിന് കുറച്ചൊരാശ്വാസം കിട്ടി. വലിയ ചൊറിച്ചിലില്ലായിരുന്നു പിന്നെ. പക്ഷേ 8 കീമോ എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 4 കീമോയ്ക്ക് ബുദ്ധിമുട്ടില്ല, പിന്നത്തെ 4 കീമോയ്ക്കായി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. ആ പിന്നത്തെ 4 കീമോയുടെ സമയത്ത് എനിക്ക് ചെറിയ തോതിൽ ചൊറിച്ചിലുണ്ടായിരുന്നു. എന്നാലും ആദ്യത്തേതിൻ്റെ അത്ര ഉണ്ടായിരുന്നില്ല, എന്നാലും ചൊറിച്ചിലുണ്ടായിരുന്നു. അത് ഇടുക്ക് ഏരിയകളിലൊക്കെയാണ്. അതായത് ഈ കഴുത്തിൻ്റെ ഏരിയകൾ, പിന്നെ ബ്രസ്റ്റിൻ്റെ അടിഭാഗം, ഈ നെഞ്ചിൻ്റെ ഈ ഭാഗം, കക്ഷം, പ്രൈവറ്റ് പാർട്ട്, കാലിൻ്റെ അടി, കയ്യിൻ്റെ വെള്ള, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ചൊറിച്ചിൽ. നമുക്ക് ചൊറിഞ്ഞാൽ ആ ഒരു ചൊറിച്ചിൽ നിർത്താൻ പറ്റാത്ത കുറേ ഏരിയകളിലായിട്ടാണ് ചൊറിച്ചിൽ വന്നത്. എന്നിട്ട് അങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചതിൻ്റെ ഉത്തരം ഇതാണ്. എനിക്ക് കീമോ എടുക്കുന്ന സമയത്ത് ചൊറിച്ചിലുണ്ടോ എന്നാണ് ചോദിച്ചത്. കീമോ എടുക്കുന്ന സമയത്ത് ചൊറിച്ചിലുണ്ടായിരുന്നു. പക്ഷേ അത് കീമോയുടെ ആണോ അല്ലെങ്കിൽ എനിക്ക് ചെയ്ത ടാർഗറ്റ് തെറാപ്പിയുടെ ആണോ എന്നുള്ളത് ഡോക്ടർക്ക് പോലും മനസ്സിലായിട്ടില്ല. അപ്പം എന്താ പറയുക, അതിന് എനിക്ക് സാറ് പിന്നെ സ്റ്റിറോയിഡും മറ്റും തരികയാണ് ചെയ്തത്. അപ്പോൾ സ്റ്റിറോയിഡ് ഞാൻ കഴിച്ചു. കുറച്ച് ദിവസത്തേക്ക് ആ ഒരു ആശ്വാസം കിട്ടിയെന്നല്ലാതെ രണ്ടാമത്തെ കീമോയുടെ സമയത്ത് വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഈ ഒരു മെഡിസിൻ ഞാൻ പറഞ്ഞു, ടാർഗറ്റ് തെറാപ്പിയായ പെർട്ടുസുമാബ്, പ്രജീറ്റ എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ടായിരുന്നു. അത് സ്റ്റോപ്പ് ചെയ്തപ്പം ഈ ചൊറിച്ചിൽ കുറച്ചൊന്ന് കുറഞ്ഞു. പിന്നെ കീമോ എടുക്കുന്ന സമയത്ത് ചൊറിച്ചിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ വെക്കുന്ന ആ സമയത്ത് പെട്ടെന്നൊരു ചൊറിച്ചിൽ വരാറുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞു. അത് ആ സ്പോട്ടിലുള്ള ചൊറിച്ചിലേ ഉള്ളൂ, അത് അപ്പം തന്നെ അങ്ങ് പോകും. പിന്നെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. കീമോയുടെ സമയത്തും ചൊറിച്ചിലുണ്ടായിരുന്നു ചെറിയ തോതിൽ. പക്ഷെ അതത്ര വലിയ ചൊറിച്ചിലല്ലായിരുന്നു, കുറച്ച് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൊറിച്ചിൽ. എവിടെയും പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പം അത് ഒരു നോർമലായ കാര്യമാണ്. കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത് ചൊറിച്ചിൽ, അത് പ്രശ്നമൊന്നുമില്ല. അതായത് കഴിയുമ്പോൾ അങ്ങോട്ട് മാറും. നിങ്ങളുടെ ഡോക്ടറോട് പറയുക, കാരണം അവർ സ്റ്റിറോയിഡ് എഴുതുമ്പോൾ കുറച്ച് ചൊറിച്ചിനൊരു വ്യത്യാസം ഉണ്ടാവും. സഹിക്കാൻ വയ്യാത്ത ചൊറിച്ചിലൊക്കെ ആണെങ്കിൽ സ്റ്റിറോയിഡ് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് അത് ഇൻഫെക്ഷൻ ആവുന്നത് ബുദ്ധിമുട്ടാവും. അപ്പം ഇതാണ് അതിൻ്റെ ഉത്തരം.